ഇത് സൗദം കിച്ചൻ്റെ സോഫ്റ്റ് വട്ടയപ്പാണ്. ഇത് കള്ള ഒഴിച്ചുണ്ടാക്കുന്ന നാടൻ വട്ടയപ്പം. ഇത് നേരത്തെ കൂട്ടി വയ്ക്കും, നേരം വൈകിയിട്ടുണ്ടാക്കും. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ വിട്ടിട്ടുണ്ട്. ഇത് നിസ്സാരമായിട്ട് പരിപ്പും ഇരുമ്പുളിയും കൂടി വെച്ച ഒരു കറിയാണ്. ഇത് കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കിയൊരു അലുവയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? ഇരുമ്പുളിയും പരിപ്പും. അപ്പോൾ നമ്മളൊരു 3/4 ഗ്ലാസ് പരിപ്പ് എടുക്കുന്നുണ്ട്. അധികമുള്ളവർ കൂടുതലെടുക്കുക. അപ്പോൾ ഞങ്ങൾക്കിത് മതി. ഈ കറിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ തേങ്ങ ചേർക്കില്ല. പരിപ്പിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കറി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പരിപ്പ് നമുക്ക് അടുപ്പത്തിട്ട് ഒരു സ്റ്റീമടിച്ച്, കൂടുതൽ പരിപ്പാണെങ്കിൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം, കുറച്ചാണെങ്കിൽ ഒന്ന് സിമ്മിടുക. അപ്പോൾ ഇതൊക്കെ ആകെ പാടുള്ള വേവ്, കൂടുതൽ വേവാൻ പാടില്ല. അപ്പം അങ്ങനെ കുഴഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ ഇരുമ്പുളി ഉണ്ടാകല്ലേ, ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയൊന്നും അധികം ഇടാൻ പാടില്ല കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല. പിന്നെ ഇരുമ്പുളി നമ്മൾ ഇടുന്നത്. ഇതെല്ലാം കൂട്ടി ഒന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് വേവിക്കുക, കമത്തി മൂടിയിട്ട്. അപ്പം കുറച്ച് വെന്തുണ്ട്, ഇനി ഒരു ലേശം കൂടി ഉണ്ട് ഇതിന് വേവ്. അപ്പോൾ ഒന്നും കൂടി മൂടിയിട്ട് വേവിക്കുക. അപ്പോൾ പാകമായിട്ട് വേവൊക്കെ. പരിപ്പിൽ കഷ്ണിട്ട് വയ്ക്കണ ഏത് കറിയിലും ഞങ്ങൾ തേങ്ങ ചേർക്കാറില്ല. ഇനിയിപ്പോൾ കൂട്ടാൻ വെന്തുണ്ട്. അപ്പോൾ ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കുറച്ച് വേപ്പിലയും മുഴുവൻ ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു തൈര് കാശ്മീരി മുളക് പൊടി ഇടുക. അടിയാവാൻ പാടില്ല. അത് നമുക്കതിൽ കാച്ചി ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പണി. നിസാര പണിയും ചിലവുമില്ല. ഇതിന് മുളക് പൊടി കുറച്ചിടുമ്പോഴാണ് ഇത് നാളികേരട്ട കറി പോലെ തോന്നിക്കുക. എരിവ് കൂടുതൽ വേണ്ടവർ 2 പച്ചമുളക് ഇടുക. ഇത് കുമ്പളങ്ങ അലുവ ഉണ്ടാക്കാൻ അത് നൈസായി ചിരണ്ടി വയ്ക്കുക, വെള്ളം പിഴിഞ്ഞ് കളയുക. എന്നിട്ട് നെയ്യിൽ ഇതേപോലെ വാട്ടുക. ഇപ്പം ഞങ്ങളുടെ വെണ്ടക്കായ മെഴുക്ക് വരട്ടി, ഇത് പരിപ്പും ഇരുമ്പുളിയും കറി, ഇത് കുമ്പളങ്ങ കൊണ്ടുള്ള അലുവ. ഈ അലുവയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.